ഹരി ഓം. നമ്മൾ 25-ാം അധ്യായ ചതുർത്ഥ സ്കന്ധത്തിലെ 25-ാം അധ്യായത്തിലെ 21-ാമത്തെ ശ്ലോകം പുരഞ്ജനോപാഖ്യാനം തുടങ്ങുകയാണ് ഈ അധ്യായത്തിൽ. അതിൻ്റെ കഴിഞ്ഞ ദിവസത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള 21-ാം ശ്ലോകമാണ്. നമുക്കിനി 21 ശ്ലോകം മുതലാണ് വായിക്കേണ്ടത്. അത് ഏകദേശം 62 ശ്ലോകങ്ങളാണ് മൊത്തം ഈ അധ്യായത്തിലുള്ളത്. പഞ്ചശീർഷാഹിനാ ഗുപ്താം പ്രതീഹാരേണ സർവതഃ അന്വേഷമാണാം ഋഷഭം അപ്രൗഢാം കാമരൂപിണീം സുനാസാം സുദതീം ബാലാം സുഖപോലാം വരാനനാം സമവിന്യസ്ത കർണാഭ്യാം ബിഭ്രതീം കുണ്ടലശ്രിയം പിശങ്കനീവീം സുശ്രോണീം ശ്യാമാം കനകമേഖലാം പദ്ഭ്യാം കൊണദ്ഭ്യാം ചലന്തീം നോപുരൈർ ദേവതാമിവാം. 3 ശ്ലോകങ്ങളുടെ ഒന്നിച്ചാണ് അർത്ഥം പറയുന്നത്. പഞ്ചശീർഷാഹിനാ ഗുപ്താം പ്രതീഹാരേണ സർവതഃ അന്വേഷമാണം ഋഷഭം അപ്രൗഢാം കാമരൂപിണീം സുനാസാം സുദതീം ബാലാം സുഖപോലാം വരാനനാം സമവിന്യസ്തകർണാഭ്യാം ബിഭ്രതീം കുണ്ടലശ്രിയം പിശങ്കനീവീം സുശ്രോണീം ശ്യാമാം കനകമേഖലാം പദ്ഭ്യാം കൊണദ്ഭ്യാം ചലന്തീം നോപുരൈർ ദേവതാമിവാം. ഈ പഞ്ചശീർഷാഹിന എന്ന് വെച്ചാൽ 5 പത്തിയുള്ള സർപ്പമാകുന്ന ഒരു കാവൽക്കാരനാൽ രക്ഷിക്കപ്പെട്ടവളും, ആ ഒരു സ്ത്രീ ഒരു കണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു സ്ത്രീരത്നത്തെ അവിടെ കണ്ടെന്ന്, അതുപോലെ ഭർത്താവിനെ അന്വേഷിക്കുന്നവളും തനിക്കൊരു ഭർത്താവ് വേണമെന്ന് അന്വേഷിച്ച് നടക്കുന്നവളുമായിട്ടുള്ള ഒരു യുവതിയെ, അതായത് 16 വയസ്സുള്ള, ഏകദേശം 16 വയസ്സ് പ്രായമുള്ള നല്ല സുന്ദര രൂപമുള്ള ഒരു ആളാണ് അവൾ. ആ കണ്ട ആളിനെ കുറിച്ചുള്ള വർണ്ണനയാണ്. അവളുടെ രൂപസൗന്ദര്യം സുനാസാം എന്ന് വെച്ചാൽ നല്ല മൂക്കുള്ളത്, സുദതീം അതുപോലെ നല്ല ദന്തങ്ങളുള്ളവൾ, സുദതീം ദന്തം ആണ് സുദതീം, നല്ല പല്ലുകൾ, പിന്നെ നല്ല കവിളുകൾ, സുകപോലം നല്ല കവിളുകൾ, സുന്ദരമുഖം, അല്ല അത് ഒന്നും പറയാനില്ല, സുന്ദരിയായ ഒരു സ്ത്രീ എന്നുള്ള അർത്ഥം. സുഖപോലാം വരാനനം, ആനനം നല്ല ഭംഗിയുള്ളതാണ്, ചേർന്നവളും, പിന്നെ സമവിന്യസ്തങ്ങളായ കർണങ്ങൾ, ഒരുപോലെയുള്ള കർണങ്ങൾ, ചെവികൾ, സമവിന്യസ്ത കർണാഭ്യാം ബിഭ്രതീം കുണ്ടലശ്രിയം, അതുപോലെ നല്ല കുണ്ടലത്തിൻ്റെ ശോഭ വഹിക്കുന്നവളും, കർണത്തിൽ നല്ല ഭംഗിയുള്ള കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവളുടെ വസ്ത്രധാരണത്തിൻ്റെ നിറം പറയുന്നത് സ്തനവും വ്യഞ്ജിത കൈശോരവും സമവൃത്തവും നിരന്തരവും വസ്ത്രാന്തേന പിശങ്കനീവിയും, അവിടെ തൊട്ടാണ് മറ്റേതല്ലല്ലോ, പിശങ്കനീവിയും സുശ്രോണിയും ശ്യാമാം കനകമേഖലാം, മഞ്ഞപ്പട്ടുടുത്തവളാണ്, നല്ല സുന്ദരമായ അരക്കെട്ടുള്ളവളാണ്, ശ്യാമളവർണ്ണമാണ്, വർണ്ണയും ഇത്തിരി ഇരുണ്ട കളറാണ്, സ്വർണ്ണ മേഖലയോട് കൂടിയ പിന്നെ അരഞ്ഞാണം കെട്ടിയിട്ടുണ്ട്, പിന്നെ നൂപുരങ്ങളുണ്ട് കാലിൽ, ശബ്ദിക്കുന്ന പാദങ്ങളാൽ ഒരു ദേവിയാണോ എന്ന് ഓണം എന്ന പോലെ നടക്കുന്നവളാണ് എന്ന സൗറിയുടെ. പിന്നെ അതിൻ്റെ അകത്ത് താഴോട്ട് പിന്നെയും അവളുടെ വർണ്ണനകളുണ്ട് കേട്ടോ. പൺഭ്യാം കൊണദ്ഭ്യാം ചലന്തീം നോപുരി, ചലതീം എന്ന് എഴുതിയിട്ടുണ്ട്, ചിലതിനകത്ത് ചലന്തീം തന്നെ, എന്താ വേണം കേട്ടോ അത്, ചലന്തീം നോപുരൈർ ദേവതാം, ഒരു ദേവതയെ പോലെ ശോഭിക്കുന്നവളുമായിട്ട് ഉള്ളവളെ കണ്ടു. പിന്നെ സ്തനോ വ്യഞ്ജിത കൈശോരോ സമവൃത്തവും നിരന്തരവും വസ്ത്രാന്തേന നിഗൂഹന്തീം ഹൃദയാ ഗജഗാമിനിയും, കൈശോരാവസ്ഥ വ്യക്തമാക്കുന്നവയും ഒരുപോലെയുള്ളവയും നിരന്തരം അന്യോന്യം സ്പർശിച്ചു കൊണ്ടിരിക്കുന്നവ ഉള്ള സ്ഥലങ്ങൾ, അതായത് അവളുടെ ശരീരഭംഗിയെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ്. വളരെ ചെറുപ്രായമല്ലേ, ലജ്ജയാൽ വസ്ത്രാന്തം കൊണ്ട് മറയ്ക്കുന്നവളുമാണ്. ആ ശരീരത്തിലിട്ടിരിക്കുന്ന വസ്ത്രം കൊണ്ട് ആ മാറിനെയൊക്കെ മറച്ച് ഗജഗാമിനിയും, എന്താ ആനയെപ്പോലെ നടക്കുന്നവളാണ്. ആനയുടെ നടത്തം അത്ര സുന്ദരമാണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത്
താമാഹ ലളിതം വീര സവ്രീഡസ്മിതശോഭനാം സ്നിഗ്ധേനാപാംഗപുംഖേന സ്പൃഷ്ട പ്രേമോദ്ഭ്രമദ്ഭുവ. അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചോണം, വേറൊന്നുമില്ല. താമാഹ ലളിതം വീര സവ്രീഡസ്മിതശോഭനാം സ്നിഗ്ധേനാപാംഗ പുംഖേന സ്പൃഷ്ട പ്രേമോദ്ഭ്രമദ്ഭുവ. അതുപോലെ ഒരു നാണത്തോടു കൂടി സവ്രീഡ. കണ്ടോ, ലജ്ജയാൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ട്. ലജ്ജ ഒരു സൗന്ദര്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴത് കാണാനില്ല കേട്ടോ പെൺകുട്ടികളിലൊന്നും ആ സൗന്ദര്യം. അത് ലജ്ജ ഒരു നാണത്തോടു കൂടിയുള്ള ഒരു നിൽക്കുന്ന മുഖത്ത് ഒരു ചെറിയ ചിരിയോടുകൂടി, ഒരു ചെറിയ നാണത്തോടു കൂടി ശോഭിക്കുന്നവളും അവളോട് ആ വീരൻ വളരെ സ്നേഹത്തോടു കൂടി, ആ പ്രണയത്തോടു കൂടി, ഏറ്റവും ഇളകുന്ന പുരികങ്ങളോടു കൂടിയും അതുപോലെ സ്നിഗ്ധവും കടക്കണ്ണാകുന്ന ആ മൂലപ്രദേശത്തോടു കൂടിയതുമായ ആ അവളുടെ കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം, അതായത് അവളുടെ ഒരു നോട്ടം, ആ സുന്ദരിയായ സ്ത്രീയെ വർണ്ണിച്ചതിന് ശേഷം പറയുക അവളുടെ പിന്നെ അവളുടെ കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം, ഇങ്ങനെ ചെരിഞ്ഞ് നോക്കുന്നു, പതുക്കെ നോക്കുന്ന ആ നോട്ടം പ്രണയം കൊണ്ട് വിവശനായ അയാൾക്ക് അദ്ദേഹം ഇങ്ങനെ ഇപ്രകാരം വളരെ കടാക്ഷ ബാണത്താൽ പീഡിതനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ആ നോട്ടത്തെ അങ്ങ് നേരിടാൻ പറ്റാത്ത ആ പ്രണയാവേശനായിട്ട് പറഞ്ഞു. എന്താണെന്ന് നോക്കാം. കാത്വം കഞ്ചപലാശാക്ഷി കസ്യാസീഹ കുതസതി ഇമാമുപപുരീം ഭീരു കിം ചികീർഷസി ശംസമേ. കാത്വം കഞ്ചപലാശാക്ഷി കസ്യാസീഹ കുതസതി ഇമാം ഉപപുരീം ഭീരു കിം ചികീർഷസി ശംസമേ. ഉപപുരീം കേട്ടോ, ഉപപുരീം അങ്ങനെ തന്നെ അത് വായിക്കണം. അതൊക്കെ തെറ്റാനുള്ള സാധ്യതയുള്ള വാക്കുകളൊക്കെയാണ്. അതുകൊണ്ട് അത് വായിക്കുമ്പോൾ ശരിയാക്കിയാൽ മതി. വേറെ വലിയ അതിനകത്ത് അർത്ഥങ്ങളുടെ കുറിച്ച് നമ്മൾ വിഷമിക്കാനുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അയ്യോ മനസ്സിലായില്ലല്ലോ എന്ന് പറയാനൊന്നുമില്ല. ആ ഒരു സുന്ദരിയെ കണ്ടപ്പോൾ ഒരു സുന്ദരനായ കാമുകൻ പറഞ്ഞതുപോലെ പറഞ്ഞു എന്നേ ഉള്ളത്. അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ കാത്തും കഞ്ചപലാശാക്ഷി, അവളെ വിളിക്കുന്ന കഞ്ചപലാശാക്ഷി കസ്യാസീക കുതസതി, ചോദിക്കുന്നതാ താമരപ്പൂവിൻ്റെ ഇതൾ പോലെയുള്ള കണ്ണോട് കൂടിയവളെ, നീ ആരാണ്? ആരുടെ മകളാണ്? നീ എവിടെ നിന്ന് വരുന്നു? ഈ സ്ഥലത്തിൻ്റെ സമീപത്തിൽ ഭവതി എന്ത് ചെയ്യാനായിട്ടാണ് ഇഷ്ടപ്പെടുന്നത്? എല്ലാം എന്നോട് പറയുക. ഒറ്റ വാക്കിൽ പ്രേമാഭ്യർത്ഥന നടത്തുകയാണ്. ആരാണ് അകത്ത് വിശദീകരിച്ചൊരു യുവാവ് യുവതിയോട് ചോദിക്കണമെങ്കിൽ ആ ഇഷ്ടത്തിനോട് കൂടിയാണെന്നല്ലോ അത് ചോദിക്കുന്നത്. അത്രയേ ഉള്ളൂ. അത് ഇമാം ഉപപുരീം ഭീരു കിം ചികീർഷസി ശംസമേ, എന്നോടെല്ലാം പറയുക. നീ എന്താണ് തിരയുന്നതെന്ന്, നിനക്ക് എന്താണ് നീ ആഗ്രഹിക്കുന്നതെന്ന് എന്നോട് പറയുക. 27 ക ഏതേനുപഥാ ഏത ഏകാദശ മഹാഭടാഹ ഏതാവാലലനാ സുഭ്രൂഹു കോയം തേഹി പുരസ്സരഃ. കയേതേനുപധായേത അവിടെ വരെയുള്ളൂ 8 അക്ഷരം. അത് കഴിഞ്ഞ് ഏകാദശ മഹാഭടാഹ ഏതാവാലലനാ സുഭ്രൂഹു അവിടെ നിർത്തുക. കോയം തേഹി പുരസ്സരഃ. ഈ 11ാമനാകുന്ന മഹാഭടനോടുകൂടിയ ഇത്രയും പേര് കൂട്ടത്തിലുണ്ടല്ലോ അനുചരന്മാർ. ഭവതിയുടെ ഈ അനുചരന്മാർ ആരെല്ലാമാണ്? അല്ലയോ സുന്ദരി, ഈ സ്ത്രീകളെല്ലാം ആരാണ്? ഭവതിയുടെ കൂടെ വനത്തിൽ തനിയെ സഞ്ചരിക്കുന്ന ഈ സർപ്പം ഏതാണ്? ഇവളുടെ കൂടെ നടക്കുന്നതിനെ എല്ലാം കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ 11 പേരുണ്ട്, ഭടന്മാരുണ്ട്, പിന്നെ കുറേ സ്ത്രീകൾ തോഴിമാരുണ്ട്. അതുപോലെ തന്നെ തനിയെ സഞ്ചരിക്കുന്ന ഈ സർപ്പം ഏതാണ് എന്ന് ചോദിക്കുക. ത്വം ഹ്രീർഭവാന്യസ്യഥവാഗ്രമാപതിം വാഗ്രമാപതിം. ത്വം ഹ്രീർഭവാന്യസ്യഥ വാഗ്രമാപതിം വിചിന്വതി കിം മുനിവദ്രഹോ വനേ. ത്വദാംഘ്രികാമാപ്തസമസ്തകാമം ക്വപത്മകോശപതിതക്കരാഗ്രാത്. ത്വം ഹ്രീർഭവാന്യസ്യഥ ത്വം ഹ്രീർഭവാന്യസ്യഥ വാഗ്
വാക്ക് രമാപതിം വിജിന്വതി കിം മുനിവദ്രഹോ വനേ ത്വദംഘ്രികാമാപ്ത സമസ്തകാമം ക്വ പത്മകോശപതിതക്കരാഗ്രാത്. ത്വം ഹ്രീ, നീ ഹ്രീയാകുന്നുവോ? ഭവാനി, നീ ഭവാനിയാണോ? ഓരോരുത്തരാണോ എന്നാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അതായത് ഭർത്താവിനെ തിരഞ്ഞു നടക്കുന്ന ഹ്രീ ആകുന്നുവോ എന്ന് വെച്ചാൽ ലജ്ജയുടെ അധിഷ്ഠാന ദേവതയാണ് ഹ്രീ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതോ ശ്രീ ശിവനെ വനത്തിൽ തിരിഞ്ഞു നടക്കുന്ന പാർവതീദേവിയാണോ? അതാണ് ഭവാനി എന്ന് പറഞ്ഞിരിക്കുന്നത്. വിജിന്വതീക്കും മുനിവദ് രഹോ വനേ ത്വദംഘ്രികാമാപ്ത സമസ്തകാമം ക്വ പത്മകോശ പതിത കരാഗ്രാത്. ഈ മുനിയെപ്പോലെ ആണ് അങ്ങ് നിന്റെ വർത്തിക്കുന്നവളാണ് നീ. ഭവതിയുടെ പാദം കാംക്ഷിച്ച് അതുമൂലം താൻ കൃതാർത്ഥൻ എന്ന് കരുതുന്ന പതിയെ അന്വേഷിക്കുന്നവളുമായി നീ ധർമ്മപത്നിയായ ഹ്രീയാണോ? ധർമ്മദേവൻ്റെ പത്നിയായ ഹ്രീയാണോ? അതോ പാർവതിയാണോ? അതോ സരസ്വതിയാണോ? അതുമല്ലെങ്കിൽ സാക്ഷാൽ ലക്ഷ്മിയാണോ? ലക്ഷ്മിയാണെങ്കിൽ താമരപ്പൂ കയ്യിൽ നിന്ന് എവിടെ പോയി? താമരപ്പൂവും കൊണ്ടാണ് എപ്പോഴും ലക്ഷ്മി ദേവി നടക്കുന്നത്. അങ്ങനെയൊരു വിശേഷം ലക്ഷ്മി ദേവിക്കുണ്ട്. ഒരു താമരപ്പൂവ് എപ്പോഴും കയ്യിൽ കാണും. അങ്ങനെ കാണുന്ന ഒരു ഫോട്ടോ കണ്ടാൽ ഓർത്തോണം, എന്താ അത് ശ്രീ ലക്ഷ്മിയാണെന്ന്, ലക്ഷ്മി ദേവിയാണെന്ന്, ശ്രീദേവിയാണെന്ന്. നമ്മുടെ കൂടെ ശ്രീദേവിമാരുണ്ട് കേട്ടോ, 2 പേര് ശ്രീദേവിമാരാ നമ്മുടെ ഗ്രൂപ്പിൽ 2 പേരുണ്ട് ശ്രീദേവി. ഹരിയോ 29ാമത്തെ. ഇതിപ്പം മനസ്സിലായല്ലോ, അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. ആരാണെന്ന് ചോദിക്കാം. നാസാമരോർവന്യതമാ ഭുവി സ്പൃഗ പുരീമിമാം വീരവരേണ സാകം അർഹസ്യലങ്കർത്തുമദഭ്രകർമ്മണ ലോകം പരം ശ്രീരിവ യജ്ഞപുംസാ. നാസാമരോർവന്യതമാ ഭുവി സ്പൃഗ പുരീമിമാം വീരവരേണ സാകം അർഹസ്യലം കർത്തുമദഭ്രകർമ്മണ ലോകം പരം ശ്രീരിവ യജ്ഞപുംസാ. അല്ലയോ സുന്ദരി, ഈ ഭൂമിയെ സ്പർശിക്കുന്ന നീ ഇവരിൽ വെച്ച് ആരുമല്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് സാക്ഷാൽ ലക്ഷ്മി നാരായണനോട് കൂടി വൈകുണ്ഠ ലോകത്തെ എന്ന പോലെ വീരനും ഭവതിയുമായുള്ള ചേർച്ചയിൽ പല കർമ്മങ്ങളും ചെയ്യാൻ കഴിയുന്നവനുമായി എന്നോട് കൂടി ഈ പുരിയെ അലങ്കരിക്കുമോ? നേരിട്ട് ചോദിച്ചു. പ്രേമാഭ്യർത്ഥന പത്നിയാകാമോ എന്ന് പ്രപ്പോസ് ചെയ്തു കഴിഞ്ഞു. നല്ല ഒരു പ്രപ്പോസ് ചെയ്യത്തില്ല അല്ലേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പുരഞ്ജനൻ നേരിട്ട് ഈ വനിതയോട് കണ്ട സുന്ദരിയോട് ചോദിച്ചു, എൻ്റെ കൂടെ താമസിക്കാൻ പോരുന്നോ? നീ ഇവരാരുമല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഈ പുരത്തിൽ, കണ്ട പുരത്തില്ല, അവിടെയാണല്ലോ കണ്ടത്, ഒരു കാട്ടിനകത്തൊരു പുരം കണ്ടു എന്ന് പറയുന്നുണ്ട്. ആ പുരത്തിൽ താമസിക്കാൻ നീ വരുന്നോ എന്ന് ചോദിച്ചു. യഥേഷ മാവാംഗവിഖണ്ഡിതേന്ദ്രിയം സവ്രീഡഭാവസ്മിത ബിഭ്രമദ്ഭ്രുവ ത്വയോപസൃഷ്ടോ ഭഗവാൻ മനോഭവഃ പ്രബാധത്തെ ധാനു ഗൃഹാണ ശോഭനെ. അത് ഇച്ചിരി ഇത്തിരി ശ്രദ്ധിക്കേണ്ട വായിക്കേണ്ട ശ്ലോകമാണ്. യഥേഷമാപാംഗ യഥേഷമാപാംഗ വിഖണ്ഡിതേന്ദ്രിയം വിഖണ്ഡിതേന്ദ്രിയം സവ്രീഡഭാവസ്മിത ബിഭ്രമദ്ഭ്രുവാ ത്വയോപസൃഷ്ടോ ഭഗവാൻ മനോഭവ പ്രബാധത്തെ ധാനു ഗൃഹാണ ശോഭനെ. അങ്ങനെയാണ് വാക്കുകൾ. എല്ലാത്തിലും സമർത്ഥനായ ആ കാമൻ, അതായത് കാമദേവൻ ലജ്ജയോടും വളരെ പ്രേമത്തോടും കൂടിയുള്ള മന്ദഹാസത്താൽ തൻ്റെ ഇളകുന്ന പുരികം കൊണ്ട് ഭവതിയാൽ പ്രേരിതനായി, ഭവതിയെ പ്രേരിപ്പിച്ചിട്ട് ഭവതിയുടെ ആ നോട്ടം കൊണ്ട് എനിക്ക് വളരെ ആർദ്രമായ ഹൃദയനായി തീർന്ന എന്നെ അഭയം തന്ന് അനുഗ്രഹിക്കുക എന്നൊക്കെയാണ് പ്രേമാഭ്യർത്ഥന നടത്തിയതിൻ്റെ ശൈലി കേട്ടോ. അല്ലാതെ നേരിട്ട് ചെന്ന് അങ്ങനെ ചോദിക്കുകയല്ല. പ്രപ്പോസ് ചെയ്തതൊക്കെ വളരെ ഭംഗിയായിട്ടാണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക.
ഇനിയും വേണമെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഭാഗവതത്തിൽ ഇങ്ങനെ ചതുർത്ഥ സ്കന്ധത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ 30-ാമത്തെ ഇതിൽ വൃത്തിയായിട്ട് എങ്ങനെ ഒരു പെൺകുട്ടിയോട് പ്രേമാഭ്യർത്ഥന നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. നല്ല സുന്ദരമായ ഒരു ഭാഗമാണത്. വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും വ്യാസഭഗവാൻ എഴുതിയിരിക്കുന്ന അതിനകത്ത് എത്ര വിദഗ്ധമായിട്ടാണ് അദ്ദേഹം ഒരു കുടുംബസ്ഥ എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകില്ലേ. ഈ കാര്യങ്ങളൊക്കെ നമ്മളോർക്കും ഇതൊക്കെ നമ്മുടെ കാലത്തേ ഉള്ളതെന്നല്ല, അതിന് മുമ്പും ഉണ്ടായിരുന്നു, അതിന് വളരെ മുമ്പുണ്ടായിരുന്നു. ഇത് വളരെ 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 പണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകത്തിലും ഇതേ കാര്യം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിക്കുക. എനിക്ക് നിന്നെ ഇല്ലാതെ പറ്റുകയില്ല എന്നുള്ള അവസ്ഥ വരെ എത്തി ഇത്ര നേരം കൊണ്ട് ആ ആള്. യഥേഷമാപാംഗ വിഖണ്ഡിതേന്ദ്രിയം സൗവ്രീഡഭാവസ്മിത വിഭ്രമദ്ഭ്രുവ ത്വയോപസൃഷ്ടോ ഭഗവാൻ മനോഭവ പ്രബാധതേധാനുഗൃഹാണ ശോഭനെ. എന്നെ അനുഗ്രഹിക്കുക എന്നാണ് പറഞ്ഞത്. എൻ്റെ ആ പത്നീപദം അലങ്കരിച്ച് എന്നെ അനുഗ്രഹിക്കുക. എനിക്കിത്രയും വളരെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ആർദ്രമായ ഹൃദയനായി തീർന്നിരിക്കുന്നു ഞാൻ. 31 ത്വദാനനം എന്ന് തദാനനം എന്ന് ചില പുസ്തകത്തിലുണ്ട്. അത് ത്വദാനനം എന്ന് തന്നെ വായിക്കണം. ത്വദാനനം ശുഭ്രസുതാരലോചനം വ്യാലംബി നീലാളക വൃന്ദ സമൃതം. വ്യാലംബി കോമ ഇടുക. വ്യാലംബിനി അല്ല വായിക്കേണ്ടത്, വ്യാലംബി നീലാളക വൃന്ദസമൃതം ഉന്നീയമേ ദർശയ വൽഗുവാചകം യദ് വ്രീഡയ നാഭിമുഖം ശുചിസ്മിതേ. ശുഭ്രു എന്ന് വെച്ചാൽ നല്ല പുരികങ്ങളോട് കൂടിയ നല്ല ലോചനങ്ങളോ സുതാരലോചനം, നല്ല സുന്ദരമായ മിഴികളോട് കൂടി നേത്രങ്ങളോട് കൂടിയത്. അതുപോലെ വ്യാലംബി നീലാളക വൃന്ദ സമൃദ്ധം, അതുപോലെ നീളമുള്ളതും നീല നിറമുള്ള കുറുനിര, അതാണ് വ്യാലംബി നീലാളക. അളകം എന്ന് പറഞ്ഞാൽ ചെറിയ തലമുടിക്കാണ് പറയുന്നത്. നമ്മുടെ ഈ മുൻവശത്തൊക്കെ കൊച്ചു കുട്ടികളായിരിക്കുന്ന പ്രായത്തിൽ, പ്രായമായി കഴിഞ്ഞാൽ അതൊക്കെ നീണ്ടു പോകും. ഇവിടെയൊക്കെ അങ്ങ് നമുക്ക് മുടി ഇങ്ങനെ ചുരുണ്ട് കിടക്കത്തില്ല. ചെറിയ മുടികൾ വളരെ കുറവാകും. പക്ഷേ ചെറുപ്രായത്തിൽ ആ തലമുടി വളർന്നു വരുന്ന പ്രായത്തിൽ ഇങ്ങനെ ഈ കുറ്റി 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 പോലത്തെ മുടി, അത് നീണ്ട മുടിയുള്ളവർക്ക് നീണ്ടു കിടക്കും, ചുരുണ്ട മുടിയുള്ളവർക്ക് അതിങ്ങനെ നല്ല കുലുകുലോന്നിങ്ങനെ ചുറ്റിനും കിടക്കാം. തലമുടി വളരുന്ന ആ പ്രായത്തിൽ ഈ 16 വയസ്സ് പ്രായമൊക്കെ അങ്ങനത്തെ സമയമാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. കുട്ടികളുടെ നെറ്റിയൊക്കെ കാണാൻ നല്ലൊരു സൗന്ദര്യമുണ്ട്. നമുക്ക് സ്ത്രീകൾക്ക് തന്നെ അറിയാമത്. അങ്ങനെ അതാണ് വ്യാലംബി നീലാളക, നല്ല നീല നിറമുള്ള കുറുനിരകളുടെ സംഘത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നതും വൽഗുവാചകം മനോഹരമായ വാചകത്തോടു കൂടിയും വ്രീഡയ ലജ്ജമൂലം വ്രീഡയ ലജ്ജ കൊണ്ട് അഭിമുഖം നേരിട്ട് അങ്ങോട്ട് മുഖം തരാത്തത് ത്വദാനനം നിൻ്റെ ഈ മുഖത്തെ ശുചിസ്മിതേ, അതായത് നല്ല മന്ദഹാസത്തോടു കൂടിയ സുന്ദരി, ഉന്നീയ ഉയർത്തിയിട്ട് മേ ദർശയ എന്നെ ദർശിച്ചാലും എന്നാണ് പറയുന്നത്. എന്നെ ദർശിച്ചാലും നീ ആ അളകങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട്, നീ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നത് മാറ്റിയിട്ട് നീ അന്നോടെ എന്നെ ഒന്ന് നോക്കിക്കേ എന്ന് പറയാം. നന്നായിരിക്കുന്നല്ലേ ആ ഭാഗമൊക്കെ വർണ്ണന. യുദ്ധം പുരഞ്ജൻ ഒന്നുകൂടെ വായിച്ചേക്കാം. ത്വദാനനം ശുഭ്രസുതാരലോചനം വ്യാലംബി നീലാളക വൃന്ദ സമൃദ്ധം ഉന്നീയമേ ദർശയ വൽഗുവാചകം യദ്വ്രീഡയാ നാഭിമുഖം ശുചിസ്മിതേ. നാരദ ഉവാച യുദ്ധം പുരഞ്ജനം നാരി യാജമാനം അധീരവത് അഭ്യനന്ദത തം വീരം ഹസന്തി വീരമോഹിത. യുദ്ധം പുരഞ്ജനം നാരി യാജമാനം അധീരവത്, യാജമാനം അധീരവത് എന്നാക്കിക്കോണം വായിക്കുമ്പോൾ. അഭ്യനന്ദത തം വീരം ഹസന്തി വീരമോഹിത. യുദ്ധം ഇപ്രകാരം അധീരവത്, അധീരൻ എന്ന പോലെ എന്ന് വെച്ചാൽ സ്നേഹം കൊണ്ട് അവളോടുള്ള പ്രണയം കൊണ്ട് ധീരനല്ലാതെ എന്ന് വെച്ചാൽ അധീരനായിട്ട് യാജമാനം യാചിക്കുകയാ പ്രാർത്ഥിക്കുകയാ വീരം ആ ശൂരനായ തം പുരഞ്ജനം ആ പുരഞ്ജനനെ, അല്ലയോ വീര, മോഹിത നാരി അമോഹിച്ചിരിക്കുന്ന സ്ത്രീയെ ഹസന്തി നീട്ടുണ്ട് കേട്ടോ, മന്ദസ്മിതം ചെയ്യുന്നവളായിട്ട് അഭ്യനന്ദത അഭിനന്ദിച്ചു. അങ്ങനെ ഈ പുരഞ്ജന രാജാവിനെ കണ്ട് വളരെയധികം മോഹിച്ചിരുന്ന ആ സ്ത്രീയെ
അല്ലയോ വീര, ഇത് നാരദർ പറയുന്ന മന്ദസ്മിത ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചു. അത് ചേതന സ്വരൂപനായ ജീവന് ബുദ്ധിയോട് ചേർന്നല്ലാതെ ഭോഗസമ്പത്തിയില്ല. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. അതായത് ചേതസ്വരൂപനായ ജീവനാണിത്, ഈ പുരുഷൻ നിൽക്കുന്നത്, ബുദ്ധിയാണ് ഈ സ്ത്രീ രൂപത്തിൽ നിൽക്കുന്നത് എന്നാണ് അതിനകത്ത് ഒരു പിന്നെ ആധ്യാത്മിക ഇത് വേദാന്ത വേർഷൻ. വേദാന്തമായി പറഞ്ഞാൽ അതാണ് ജീവൻ ആയിട്ടുള്ളത് പുരുഷനും ബുദ്ധിയായിട്ടുള്ളത് സ്ത്രീയും. ഇത് അന്യോന്യം ചേർന്നിരിക്കുന്ന. അതുകൊണ്ട് ജീവന് ഈ ഓരോ അനുഭവങ്ങളെ ഭോഗങ്ങളെ എന്ന് വെച്ചാൽ നമുക്ക് തരുന്നതായ സമ്പത്തുകളെ ഐശ്വര്യങ്ങളെയെല്ലാം അനുഭവിക്കുന്നവനെന്നും ഭോഗങ്ങൾക്ക് ഉചിതങ്ങളായ ഉപകരണങ്ങളെ സമ്പാദിക്കുന്നു എന്നുമുള്ള രണ്ട് തരം അഭിപ്രായം കിട്ടി. ഇതിനെ ഭോക്തൃത്വം എന്നും കർത്തൃത്വം എന്ന് പറയുന്നു. ഈ രണ്ടിനെ, അതായത് ഈ സ്ത്രീയെ ഭോക്തൃത്വമെന്നും മറ്റതിനെ കർത്തൃത്വമെന്നും പറയുന്നു. അതാണ് ഒരു വേദാന്ത വാക്യമായിട്ട് ഉപയോഗിക്കാവുന്നത്. അത് നമ്മൾ അതിനെക്കുറിച്ച് പറയിടാണ്ട. പുരഞ്ജനോപാഖ്യാനം എത്ര പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അതിനകത്ത് ഒരുപാട് നമുക്ക് മനസ്സിലാക്കാത്ത ഭാഗങ്ങൾ വരും. അത് സ്വാഭാവികമാണ്. അത് ഈ ഒരു കഥ മാത്രം വ്യാസഭഗവാൻ വ്യക്തമായിട്ട് തന്നെ പുരഞ്ജനോപാഖ്യാനം എന്ന് പറഞ്ഞ് എഴുതിയ കുറേ അധ്യായങ്ങളിൽ കൂടി അത് കടന്നുപോയി. അതിനെ ഒരു സ്ത്രീയെ, ഒരു സുന്ദരിയായ സ്ത്രീ, അതിൻ്റെ പുറകെ ഒരു സർപ്പം, കുറേ കന്യകമാർ കൂട്ടത്തിൽ ദാസികളായിട്ട് ഇതെല്ലാം ഉണ്ട്, 11 പേര് ഭടന്മാരുണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതെന്താണെന്നും കൂടെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ആധ്യാത്മിക ഭാഷയിൽ തന്നെ വേദാന്തമായിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്താണെന്ന് അത് ഒരു സ്ത്രീ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു പുരം, നവദ്വാരങ്ങളുള്ളൊരു പുരം, അത് നമ്മുടെ ശരീരമാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവസാനം എല്ലാ കഥകളും അന്യോന്യം ചേർത്ത് വെച്ച് ആ ഒരു കഥയ്ക്കകത്ത്, അതായത് ഈ പുരഞ്ജനോപാഖ്യാനം ഒരു പുരഞ്ജനൻ്റെയും പുരഞ്ജനിയുടെയും കഥയായിട്ട് പറഞ്ഞിട്ട് അതെന്തൊക്കെയാണ് അത് എന്തൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മറിഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് വ്യാസഭഗവാൻ ഈ ഒരു കഥയിൽ മാത്രം. ബാക്കി കഥകൾ എല്ലാം നമ്മൾ അതനുസരിച്ച് കണ്ടുകൊള്ളണം. ഭാഗവതത്തെ പഠിക്കുന്നവർ, ഭാഗവതത്തെ ഉപാസിക്കുന്നവർ, അത് സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നവർ വെറും കഥകളായിട്ട്, അതായത് ഗജേന്ദ്രമോക്ഷം, അജാമള മോക്ഷം എന്ന് പറയുന്നതെല്ലാം, അതുപോലെ തന്നെ ഓരോ രാജാക്കന്മാരുടെ ഇത് പറയുന്നുണ്ട്, വംശപരമ്പര പറയുന്നുണ്ട്, ഭൂഗോള വർണ്ണന പറയുന്നുണ്ട് 5ാം സ്കന്ധത്തിൽ. അതുപോലെ തന്നെ കൃഷ്ണകഥകൾ പറയുന്നുണ്ട്. ഇതിനെല്ലാം പൂതനാമോക്ഷം എന്നുള്ള കഥ പോലെയൊക്കെയുള്ള കഥകൾ വരുന്നുണ്ട്. ഇതെല്ലാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ടുള്ള അല്ലാതെ ഇൻഡയറക്റ്റായിട്ട് വ്യാസഭഗവാൻ പറഞ്ഞു തരുന്ന ഒരുപാട് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പുരഞ്ജനോപാഖ്യാനം ഇത്ര വ്യക്തമായിട്ട് ഒരു കഥ പറഞ്ഞു, നല്ലൊരു കഥയായിട്ട് പറഞ്ഞതിന് ശേഷം അതെന്തിനെയൊക്കെ ഉദ്ദേശിച്ചാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കഥകൾ വെറും കഥകളായി കേൾക്കാതെ അതിനകത്ത് നിമീലമായിരിക്കുന്ന, അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന ആന്തരിക അർത്ഥത്തെ കൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ കുറേശ്ശെ ശ്രമിക്കുക. അത് നമുക്ക് പൂതനാമോക്ഷം, പൂതന എന്നുള്ള സ്ത്രീയെ കൊന്നതായിട്ട് തന്നെ നമുക്ക് കരുതാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ എങ്കിൽ അങ്ങനെ മതി. പക്ഷേ അതിനകത്ത് ആ വിഷം പുരണ്ടത് എന്താണ്? വിഷം പുരണ്ടതാണല്ലോ അവളുടെ സ്തനം. അതിൽ ഉള്ള സ്തന്യവും കുടിക്കുന്ന ആളിന് ഹാനികരമാകും അല്ലേ? അങ്ങനെ ഉള്ള ആ ഒരു കഥ പൂത എന്ന് പറഞ്ഞാൽ ശുദ്ധം, എന്ന് പറഞ്ഞാൽ അല്ല, പൂത ശുദ്ധമല്ലാത്തത് എന്തോ അത് ഞാൻ ഇല്ലാതാക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് ആദ്യമേ. അപ്പം നമ്മളുടെ ഉള്ള ദുർവാസനകളെ ഇല്ലാതാക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പൂതനാമോക്ഷം പറയുന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. വേദാന്തമായിട്ട് പറയുന്ന ആചാര്യന്മാരുണ്ട്. അങ്ങനെ വെറും കഥകളായിട്ട് നമ്മൾ കിളിപ്പാട്ടിൽ വായിക്കുമ്പോൾ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് കുറേ കൂടെ ലളിതമായിട്ട് ആ അർത്ഥമൊന്നും ഒരിടത്തും വരാത്ത രീതിയിലാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. കാരണം അതങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഇച്ചിരി ജ്ഞാനികളായിട്ടുള്ളവർ സ്വയം അത് അല്ലാത്ത രീതിയിലും മനസ്സിലാക്കും. അപ്പോൾ നമുക്കിത് തുടരാം. നമുക്കിത് തന്നെ ഇങ്ങനെ വായിക്കാം.
ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളത് ഓർത്തോണം കേട്ടോ. ഇത് കഥ വെറും കഥ പറഞ്ഞു പോവുകയല്ല, അതിനൊക്കെ എല്ലാം അർത്ഥമുണ്ട്. അതായത് 9 ദ്വാരങ്ങളുള്ള പുരം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നവദ്വാരങ്ങളുള്ള നമ്മുടെ ശരീരമാണ്. അങ്ങനെ അതുപോലെ എല്ലാ അർത്ഥങ്ങളും വരും ഇതിനകത്ത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ പറയാം. നമ്മളിപ്പോൾ വായിച്ചത് യുദ്ധം പുരഞ്ജനം നാരി യാജമാനമധീരവത് അഭ്യനന്ദത തം വീരം ഹസന്തി വീരമോഹിത നവിതാമ വയം സമ്യക് കർത്താരം പുരുഷർഷഭ ആത്മനശ്ച പരസ്യാപി ഗോത്രം നാമ ച യത്കൃതം. അപ്പോൾ ചോദിക്കുക ഇനി അടുത്തത്. ഇവൾ ചോദിക്കും, ആ സ്ത്രീ മോഹിതയായി, ആ വീര അധീരൻ എന്ന പോലെ യാചിച്ചുകൊണ്ട് പുരഞ്ജനോട് ആ സ്ത്രീ മോഹിതയായി ചിരിച്ചുകൊണ്ട് അഭിനന്ദനപൂർവ്വം ഇപ്രകാരം പറഞ്ഞു. നാരദ ഉവാച അധ്യന്റെ വീര ഹസന്തി വീരമോഹിത. അവൾ ഇപ്രകാരം പറഞ്ഞു. അവൾക്കും പുരഞ്ജനോട് ഇഷ്ടം തോന്നി. നവിതാമ വയം സമ്യക് കർത്താരം പുരുഷർഷഭ ആത്മനശ്ച പരസ്യാപി ഗോത്രം നാമ ച യത്കൃതം. പുരുഷർഷഭ അല്ലയോ പുരുഷശ്രേഷ്ഠ, ആത്മനഃ എൻ്റെയും പരസ്യ അപി പരനായ വേറൊരാളായ അങ്ങയുടെയും കർത്താരം ആ കർത്താവിനെയും യത്കൃതം അവരാൽ ഉണ്ടാക്കപ്പെട്ട ആ ഗോത്രം നാമച ആ വംശത്തെയും നാമത്തെയും ശരിയായിട്ട് സമ്യക്കായിട്ട് നന്നായിട്ട് തന്നെ വയം ന വിധാമ ഞങ്ങൾ അറിയുന്നില്ല. അതുപോലെ എന്താണെന്ന് വെച്ചാൽ ആ പുരഞ്ജനൻ എന്ന് പറഞ്ഞ ആ രാജാവിനെ ഈ സ്ത്രീ അംഗീകരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. പുരുഷശ്രേഷ്ഠ, എൻ്റെ പിതാവ് ആരെന്നാകട്ടെ, അദ്ദേഹം നിമിത്തം എനിക്കുള്ള ഗോത്രം ഏതെന്നും ഉള്ളതാകട്ടെ, ഇതൊന്നും എൻ്റെ പേര് എന്തെന്നാ ഇത് ഞങ്ങൾ നന്നായി ഇതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. അങ്ങയുടെയും സംഗതികളെ ഞങ്ങൾ അറിയുന്നില്ല. അങ്ങയും ആരാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങളുടെ പിതാവ് ആരാണെന്നോ കുലം ഏതാണെന്നോ ഗോത്രം ഏതാണെന്നോ അതും ഒന്നും ശരിക്ക് അറിയാൻ മേല. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. അവിദ്യ എന്ന് പറഞ്ഞതിൻ്റെ പരിണാമം ബുദ്ധി സ്വരൂപം. അവിദ്യ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ. അത് തീരുന്നത് എവിടെയാണ്? ബുദ്ധി ഉണ്ടാകുമ്പോൾ. ബുദ്ധി സ്വരൂപമാകയാൽ ഈ സർവത്തിനും കാരണമായ നമ്മൾ വിചാരിക്കുന്നതായ പരമമായ ആ ഈശ്വരൻ്റെ സാക്ഷാത്കാരം എപ്പോൾ കിട്ടുന്നുവോ ലഭിക്കുന്നുവോ അപ്പോൾ ബുദ്ധി ആ രൂപത്തിൽ ആ ആത്മാവിൽ ആ പരമമായ ആത്മാവ് പരമാത്മാവിൽ എപ്പോഴും എല്ലായിടവും നശിക്കാതെ നിൽക്കുന്നത് എന്തോ അതാണ് പരമാത്മാവ്. ആ പരമാത്മാവിൽ ലയിച്ചു കഴിഞ്ഞു. ഈ ജ്ഞാനം ലയിച്ചു കഴിഞ്ഞു എന്നുള്ള ജ്ഞാനം മനസ്സിൽ ഉണ്ടായാൽ അപ്പോൾ എന്ത് നശിക്കുന്നു? അവിദ്യ എന്ന് വെച്ചാൽ അറിവില്ലായ്മ, അജ്ഞത നശിച്ച് എന്ന് സാരം. അതായത് സൂര്യൻ്റെ കിരണങ്ങൾ എല്ലായിടത്തും പ്രതിഫലിച്ച് തുടങ്ങുമ്പോൾ എന്താണ്? ഇരുട്ട് ഇല്ലാതാകുന്നു ഇല്ലേ? നേരം വെളുത്ത് സൂര്യപ്രകാശം നന്നായിട്ട് തെളിഞ്ഞു വരുമ്പോൾ ഇരുട്ട് ഇല്ലാതാകുന്നു. അപ്പോൾ സൂര്യനും ഇരുട്ടിനും സൂര്യനും തമ്മിൽ സന്ദർശനം ഒരു കാലത്തും ഇല്ല. അത് ശരിയല്ലേ? ഇരുട്ടിന് സൂര്യനും തമ്മിൽ കാണാൻ പറ്റുകയല്ല ഒരിക്കലും. കാരണം സൂര്യൻ വന്നു കഴിയുമ്പോൾ ഇരുട്ടില്ലാതായി പോകുന്നു. അതുപോലെ ആണെന്ന് ഈ ശരിയായ ജ്ഞാനം എന്നത് പരമമായ ആ ഞാനും ഭഗവാനും ഒന്നാണെന്നുള്ള ആ സാക്ഷാത്കാരം തന്നെയാണ്. അതാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇനിയും 34 ഇഹാദ്യ സന്തമാത്മാനം വിദാമ ന തതഃപരം യേനേയം നിർമ്മിതാ വീര പുരി ശരണമാത്മനഃ. ഇഹ ആദ്യ സന്തമാത്മാനം വിദാമ ന തതഃപരം യേനേയം നിർമ്മിതാ വീര പുരി ശരണമാത്മനഃ. ഒന്നുകൂടെ വായിക്കാമതേ ഇച്ചിരി. ഇഹ ആദ്യ സന്തമാത്മാനം ആത്മന ശരണം ഇയം പുരി. ആത്മാവിൻ്റെ ഈ വാസയോഗ്യമായ ആത്മാവിന് ഈ പുരം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരമാകുന്ന പുരം ഏന നിർമ്മിത ആരാൽ നിർമ്മിക്കപ്പെട്ടുവോ ആത്മാവിന് വാസയോഗ്യമാണിത് അല്ലേ? ഒരാത്മാവിന് കയറിയിരിക്കണമെങ്കിൽ ഒരു ശരീരം വേണം. അതിന് യോഗ്യമായ ഈ പുരി എന്ന് വെച്ചാൽ
നമ്മളിപ്പോൾ കണ്ട ഈ 9 മുമ്പേ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിരുന്ന 20 മുമ്പുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിരുന്ന ആ പുരി, ഈ 9 ദ്വാരങ്ങളുള്ള നവദ്വാരങ്ങളുള്ള പുരി ആരാൽ നിർമ്മിക്കപ്പെട്ടുവോ തം ച അവനെയും ന വിധാമ നമ്മൾ അറിയുന്നില്ല, ഇത് ആരാണെന്ന് നമ്മൾ അറിയുന്നില്ല. ഇഹ സന്തം ആത്മാനം ഇവിടെ സ്വന്തം ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ ഉറപ്പിക്കപ്പെട്ട ആത്മാവിനെ വിധാമ അറിയുന്നു. തതഃപരം അതിനപ്പുറം ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതായത് വാസയോഗ്യമായ ഈ ശരീരത്തെ നിർമ്മിച്ചത് ആരാണെന്നും അറിയുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമല്ലാതെ അതിൽ നിന്നന്യമായ യാതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ഈ നാരി പറയുന്നു, സ്ത്രീ പറയുന്നു. ഏതേ സഖായ സഖ്യോ മേ അവിടം വരെ നരാ നാര്യശ്ച മാനദ സുപ്തായ മയി ജാഗർത്തി നാഗോയം പാലയൻ പുരീം. ഏതേ സഖായ സഖ്യോ മേ ഏതേ സഖായ സഖ്യോ മേ നരാ നാര്യശ്ച മാനദ സുപ്തായ മയി ജാഗർത്തി നാഗോയം പാലയൻ പുരീം. ഏതേ നര ഈ പുരുഷന്മാർ മേ സഖായ എൻ്റെ സഖാക്കളും 11 പുരുഷന്മാർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെൻ്റെ കൂട്ടുകാരൻ നാര്യ ഈ സ്ത്രീകൾ സഖികളുമാകുന്നു. മറ്റേവർ സഖാക്കളും കുറച്ച് പേരെൻ്റെ ആൺകൂട്ടുകാരും കുറച്ച് പേരെൻ്റെ പെൺകൂട്ടുകാരികളുമാകുന്നു. മാനത മാനത എന്ന് പറഞ്ഞാൽ ഹേ അല്ലയോ പ്രഭോ, അല്ലയോ മാനത എന്നൊരു സംബോധനയാണ്. അയം നാഗ ഈ സർപ്പമില്ലേ പുരിയും പാലയൻ ഈ പുരിയെ പാലിക്കുന്നവനായിട്ട് ഈ സുപ്തായം ഞാൻ ഉറങ്ങുന്ന സമയം ഉണർന്നിരിക്കുന്നു. ഞാൻ ഉറങ്ങുന്ന സമയവും ഇവൻ ഈ നാഗം, എൻ്റെ കൂടെ ഒരു നാഗമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ചോദിച്ചല്ലോ നീ, അത് എപ്പോഴും ഉണർന്നിരിക്കുന്നു. അത് ഈ കൂടെയുള്ളവർ ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. ഒരുമിച്ചുള്ള ഈ പുരുഷന്മാർ സ്നേഹിതന്മാരും അതുപോലെ തന്നെ ഈ സ്ത്രീകളായിട്ടുള്ള എൻ്റെ തോഴിമാരായിട്ടുള്ള അവരെ സ്നേഹിതകളുമാണ്. ഞാൻ ഈ സുഖസമ്പാദനത്തിന് ഇല്ല ഇവരെ എൻ്റെ സുഖം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെനിക്ക് അനുകൂലികളായിട്ട് വർത്തിക്കുന്നു. ആര്? ഈ 11 ഭടന്മാരും ഈ സ്നേഹിതകളായിട്ടുള്ള കുറച്ച് സ്ത്രീകളും ഒരുമിച്ചുള്ള എൻ്റെ കൂടെ ഈ സർപ്പമുണ്ടല്ലോ, അത് ഞാൻ ഉറങ്ങുന്ന സമയം എൻ്റെ ഈ ശരീരത്തെ സംരക്ഷിക്കുന്നതിൽ എപ്പോഴും ജാഗരൂകനായിട്ട് ഉണർന്നിരിക്കുന്നു. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയങ്ങളെ എൻ്റെ സ്നേഹിതന്മാരായിട്ടും ഇന്ദ്രിയങ്ങളെ സ്നേഹിതന്മാരായിട്ടും ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികളെ, അതായത് കണ്ണെന്നുള്ള ഇന്ദ്രിയ ഒരു സ്നേഹിതനാണെങ്കിൽ കാണുക എന്നുള്ളത് അതിൻ്റെ പ്രവൃത്തി ഒരു കാര്യം കാണുക, കണ്ണിൻ്റെ ജോലി കാണുക, അതാണ് ഇവിടുത്തെ സ്നേഹിത എന്ന് കൽപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം അർത്ഥം അതിനകത്തോടു കൂടി പറയുന്നുണ്ടെന്ന്. അത് എൻ്റെ ഉറക്കത്തിൽ പോലും എൻ്റെ പ്രാണൻ, എൻ്റെ ജീവൻ ഉച്ഛ്വാസ നിശ്വാസ രൂപേണ അല്ലേ, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ വല്ല യത്നിക്കുന്നുണ്ടോ നമ്മുടെ ജീവനെ നിലനിർത്താനായിട്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും അല്ലേ. നമ്മുടെ ഈ ശരീരത്തെ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ശ്വാസോച്ഛ്വാസം വേണം. അല്ലെങ്കിൽ എന്നാ പറയും? സത്ത് പോയി, ആ ജീവൻ പോയി. അപ്പോൾ ആ ജീവൻ അല്ലെങ്കിൽ ആ പ്രാണനാണ് ഈ പത്തിയായി ഒരു ഭണം ഇടർത്തിയ സർപ്പമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ കൂടെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ കാണുന്ന പ്രാണൻ അല്ല, ആ സർപ്പം എന്ന് പറയുന്നത് എൻ്റെ പ്രാണൻ തന്നെയാണ്. അത് ഞാൻ ഉറക്കത്തിൽ പോലും എൻ്റെ ഈ ശ്വാസോച്ഛ്വാസമായിട്ട് ഇതിങ്ങനെ ശ്വസിക്കും, അകത്തോട്ട് ശ്വസിക്കും, വെളിയിലോട്ട് വിടും. ചിലരൊക്കെ ശ്വസിക്കുന്നത് വലിയ ദൂരെ കേൾക്കാവുന്ന മാത്രം, ചിലർ ശ്വസിക്കുന്നത് കേൾക്കത്തില്ല, സാധാരണ ശ്വാസം മാത്രം. മറ്റേത് കുറുക്കം വലിക്കുക നമ്മൾ പറയുന്നത്, ഇങ്ങനെ വലിക്കും, താഴോട്ട് വിടും. അങ്ങനെ അത് നമ്മൾ അറിയുന്നുണ്ടോ ആ പ്രക്രിയ? നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവം കൊണ്ട് നമ്മൾ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്നതാണോ? അല്ല. നമ്മളപ്പം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക, നമ്മളൊന്നുമില്ലാത്ത റെസ്റ്റില്ല. അപ്പോഴും ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നത് ആ പ്രാണനാണ്. ആ പ്രാണൻ എന്ന് പറഞ്ഞാൽ ഈ ശ്വാസോച്ഛ്വാസം, അതാണ് ശരീരത്തെ സംരക്ഷിക്കുന്ന സർപ്പം ഈ പുരിയെ പാലിക്കുന്നു. എൻ്റെ ശരീരത്തെ ഈ സർപ്പം എന്ന് വെച്ചാൽ ഈ പ്രാണൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നും സാരം.
ഏതേ അത് വായിച്ചു. ഏതേ സഖായ സഖ്യോ മേ നാര്യശ്ച മാനത സുപ്തായ മയി ജാഗർത്തി നാഗോയം പാലയൻ പുരീം ദിഷ്ട്യാഗതോസി ഭദ്രം തേ. അവിടം വരെയുണ്ട്. ആ പ്രശ്ലേഷങ്ങളെല്ലാം മറന്നേക്കുക. ദിഷ്ട്യാഗതോസി ഭദ്രം തേ ഗ്രാമ്യാൻ കാമാൻ അഭീപ്സസേ ഉദ്വഹിഷ്യാമി താം സ്തേഹം സ്വബന്ധുഭിർ അരിന്തമാം. ദിഷ്ട്യാഗതോസി ഭദ്രം തേ ഗ്രാമ്യാൻ കാമാൻ അഭീപ്സസേ ഉദ്വഹിഷ്യാമി താം സ്തേഹം സ്വബന്ധുഭിരരിന്തമാം. അത് പറയുന്നത് അങ്ങ് ദിഷ്ട്യാ ഏതായാലും ഭാഗ്യത്തിന് ആഗത അസി ആഗതനായിരിക്കുന്നു. തേ അങ്ങയ്ക്കും മംഗളം ഭദ്രം തേ ഭദ്രമായിരിക്കട്ടെ എല്ലാം കാര്യങ്ങളെന്ന് വെച്ചാൽ മംഗളമായിട്ട് ഇരിക്കട്ടെ. ഗ്രാമ്യാൻ കാമാൻ ഗ്രാമ്യങ്ങളായ എന്ന് വെച്ചാൽ വെറും സാധാരണ ജനങ്ങളുടെ ഇഷ്ടങ്ങളെ അഭീപ്സസെ ആഗ്രഹിക്കുന്നു. അരിന്തമ എന്ന് വെച്ചാൽ ശത്രു അരിന്തമ ശത്രുക്കളെ അമർച്ച ചെയ്യുന്ന വീര അങ്ങയ്ക്ക് താൻ അവയെ അഹം ഞാൻ സ്വബന്ധുഭിഹി എൻ്റെ ബന്ധുക്കളോട് കൂടി ചേർന്ന് ഉദ്വഹിഷ്യാമി അങ്ങയെ ഞാൻ ഏറ്റെടുക്കുന്നു സമ്പാദിക്കുന്നു ഞാനിങ്ങനെ സ്വയം ഏൽക്കുന്നു അങ്ങയെ. എന്ത് ചെയ്യാനാണ് വന്നിരിക്കുന്നതെന്ന ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം പറഞ്ഞു. നീ എന്തിനാണ് വന്നത് ആദ്യം ആരാണെന്ന് ചോദിച്ചു, പേര് ചോദിച്ചു, ഇതെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുവാനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചില്ലേ. അങ്ങ് ആദ്യം ഊഹിച്ചത് സത്യം തന്നെ. ഞാൻ ഒരു ഭർത്താവിനെ ഞാൻ അനുരൂപനായിട്ട് എനിക്ക് ചേരുന്നതായി ഒരു ഭർത്താവിനെ തിരഞ്ഞ് വന്നിരിക്കുകയായിരുന്നു. എൻ്റെ ഭാഗ്യം കൊണ്ട് ഈ ഗ്രാമ്യമായ ഭോഗങ്ങളെ ആഗ്രഹിക്കുന്ന അങ്ങ് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ബന്ധുക്കളായ എൻ്റെ കൂടെ കുറേ പേരുണ്ടല്ലോ, ഈ ബന്ധുക്കളോട് കൂടെ ചേർന്ന് ഞാൻ അങ്ങ് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഈ സുഖങ്ങളെയെല്ലാം സമ്പാദിച്ച് തന്നുകൊള്ളാം. അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. അതായത് രാജസി ബുദ്ധിയുടെ ആ സാന്നിധ്യ നിമിത്തം 3 ഉണ്ടല്ലോ നമുക്ക്. എന്തൊക്കെയാ? സാത്വികൻ, രാജസം, താമസം. അതിനകത്ത് രാജസി എന്ന് പറഞ്ഞു രാജസ ബുദ്ധിയോട് ഉള്ള ആ സാന്നിധ്യം കൊണ്ട് ജീവന് അതായത് പ്രാണന് ഭോഗാഭിലാഷമുണ്ടാകുന്നു. എന്നുവെച്ചാൽ ഇതെല്ലാം അനുഭവിക്കാൻ ഈ ഒരുപാട് ഐശ്വര്യങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക്. കാണാനുള്ളത്, കേൾക്കാനുള്ളത്, ഭക്ഷിക്കാനുള്ളത്, അങ്ങനെയുള്ള എല്ലാ ഭോഗങ്ങളും. അപ്പോൾ അതെല്ലാം അനുഭവിക്കുക എന്നുള്ളതാണ്. ശരീരം കൊണ്ട് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് അത് അനുഭവിക്കുക. അതിൻ്റെ സുഖമല്ലേ. നല്ല ഒരു ചിത്രം കാണുക, നല്ല സുന്ദരമായ ഒരു രൂപം കാണുക, ഒരു ആണിനാണെങ്കിൽ ഒരു സ്ത്രീ രൂപം കാണുക, ഒരു സ്ത്രീക്കാണെങ്കിൽ ഒരു നല്ല പുരുഷ രൂപം കാണുക, അല്ലെങ്കിൽ ഒന്നുമല്ല വെറും ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂത്തു നിൽക്കുന്ന, തഴച്ച് വളർന്ന് പൂത്തു നിൽക്കുന്ന ഒരു ചെടിയെ കാണുക, അല്ലേ. അങ്ങനെ ഓരോന്നും അതിന് കണ്ണിന് ഉള്ള ഭോഗം അനുഭവിക്കാനായിട്ട്. അതുപോലെ എല്ലാ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും എല്ലാം ഭോഗങ്ങൾ അനുഭവിക്കാനായിട്ടാണ്. ആ ഭോഗങ്ങളെല്ലാം അനുഭവിക്കാനായിട്ട് ആഗ്രഹമുണ്ടാകുന്നു. അതുകൊണ്ട് ബുദ്ധിക്കും ഇന്ദ്രിയ ആദികൾക്കും ആ ഭോഗങ്ങളെല്ലാം ഞാൻ സമ്പാദിച്ചു കൊടുക്കുന്നു. അതുപോലെ മുതലായ ശത്രുക്കളെ നിവാരണം ചെയ്യുവാനുള്ള പരിശ്രമത്തിൽ ജീവാത്മാവ് വ്യാപരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ നമ്മൾക്ക് എപ്പോഴും സന്തോഷം തന്നുകൊണ്ടിരിക്കുന്നു, എപ്പോഴും നമ്മളെ ശുശ്രൂഷിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു എന്താ? രോഗാദി. എപ്പോഴും അത് ശത്രുക്കളല്ലേ. നമുക്ക് വരുന്ന ഏറ്റവും വലിയ ശത്രു തന്നെ, പ്രാണന് വരുന്ന ശത്രു, ജീവന് വരുന്ന ശത്രു ഏതാ? രോഗങ്ങൾ. ആ ജീവനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും രോഗങ്ങളായിട്ടുള്ളത് വന്ന്. അപ്പോൾ അതിനെ ഇല്ലാതാക്കാനായിട്ട് ജീവാത്മാവ് വ്യാപരിക്കുന്നുവെന്ന് ആണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇമാം ത്വം അധിതിഷ്ഠസ്വ പുരീം നവമുഖീം വിഭോ മയോപനീതാൻ ഗൃഹ്ണാന കാമഭോഗാൻ ശതം സമാഹാം. ഇമാം ത്വം അധിതിഷ്ഠസ്വ പുരീം നവമുഖീം വിഭോ മയോപനീതാൻ ഗൃഹ്ണാനഃ കാമഭോഗാൻ ശതം സമാഹ. ഈ 9 ദ്വാരങ്ങളോട് കൂടിയ പുരിയാണെന്ന് പറഞ്ഞല്ലോ. ഇമാം പുരി, ഈ രാജധാനിയെ മയാ ഉപനീതാൻ ഭോഗാൻ, ഈ
എന്നാൽ പ്രാപിക്കപ്പെട്ട എനിക്ക് ഉണ്ടായിട്ടുള്ളതായ ഈ ഭോഗങ്ങളെ, ഐശ്വര്യങ്ങളെ സ്വീകരിക്കുവാനായിട്ട് ശതം സമാ 100 വത്സരം അധിതിഷ്ഠസ്വ, ഇവിടെ അധിവസിച്ചാലും, എൻ്റെ ശരീരത്തിൽ 100 വർഷം അധിവസിച്ചാലും, ജീവനല്ലേ, പ്രാണൻ എത്ര നാളായി, 100 വയസ്സൊക്കെയാണ് കണക്ക്. അങ്ങനെ ഈ 9 ദ്വാരങ്ങളുള്ള ഈ രാജധാനിയിൽ ഞാൻ കൊണ്ടുതരുന്ന, എന്ന് വെച്ചാൽ ഞാനെന്ന് പറയുന്ന ആ ജീവൻ കൊണ്ടുതരുന്ന ഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് 100 സംവത്സരക്കാലം ഇരുന്നു കൊള്ളുക. ജീവനല്ല, ഈ സ്ത്രീ ആയിട്ടുള്ള അവൾ പറയുകയാണ്, കർമ്മങ്ങളാണ് അത് ഞാൻ കൊണ്ടുതരുന്ന ഇതെല്ലാം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാണൻ, നീ ഈ 100 വർഷം ഈ പുരത്തിൽ, അതായത് 100 വർഷം ഈ ശരീരത്തിൽ ജീവിച്ചു കൊള്ളുക എന്ന് കൊടുക്കുക. 100 വയസ്സൊക്കെ ആയുസ്സാണ്, 120 വയസ്സൊക്കെയാണ് ആയുസ് അന്നത്തെ കാലത്തൊക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് 100 വയസ്സ് താമസിച്ചോളാൻ പറഞ്ഞത്. പുരുഷായുസ് 100 ഇത് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ മധ്യേ മരണത്താലോ അത് വൈരാഗ്യത്താലോ ഭോഗവിച്ഛതി വരാം, അല്ലേ, ഭോഗം ഇല്ലാതെ വരാം. എന്തുകൊണ്ട്? എങ്ങനെ? 2 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന് വൈരാഗ്യം കൊണ്ട്, വിരാഗത എന്ന് വെച്ചാൽ ഒന്നിനോടുള്ള താല്പര്യക്കുറവ്, അങ്ങനെയാണ് സന്യാസിമാരൊക്കെ സന്യസിച്ച് പോകുന്നത്. അതുപോലെ മരണം, ആ ജീവൻ പ്രാണൻ അങ്ങ് പോയാൽ, രോഗാദികൾ വന്ന പ്രാണൻ ഇങ്ങ് കൊണ്ടുപോയാൽ പിന്നെ ഇല്ല ഒന്നും. അല്ലെങ്കിൽ അവിടെ വരാമെന്നൊക്കെ ഉണ്ട്, അങ്ങനെ വേണമെങ്കിൽ വരാമെന്നിരിക്കലും പരമാവധി കാലം ആ ഭോഗം അനുഭവിക്കാനുള്ള സമയം 100 വർഷമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് സൂചിപ്പിച്ച് വെച്ചിരിക്കുന്നു ഇവിടെ. മനസ്സിലായല്ലോ? അതും ബുദ്ധിമുട്ടൊന്നുള്ളതല്ല മനസ്സിലാക്കാൻ. കം നു ത്വദന്യം രമയേ ഹ്യരതിജ്ഞം അകോവിദം അസംപരായാഭിമുഖം, മുഖം നാക്കണം, അശ്വസ്തന വിധം പശും, കം നു ത്വദന്യം രമയേ അരതിജ്ഞം അകോപിതം, അരതിജ്ഞം ഒന്നിച്ചുള്ളതാണ്, അരതിജ്ഞം അകോവിദം അസംപരായ അഭിമുഖം അശ്വസ്തന വിധം പശു. ആ വാക്കുകളൊക്കെ ഒന്ന് പിരിച്ചെഴുതിക്കോ. കം നു ത്വദന്യം രമയേ അരതിജ്ഞമകോവിദം, അരതിജ്ഞം അകോവിദം അസംപരായ അഭിമുഖം അശ്വസ്തന വിധം പശും. അരതിജ്ഞം എന്ന് വെച്ചാൽ രതിയെ മനസ്സിലാക്കാത്തവനും, അകോവിദം ഒന്നിൽ സാമർഥ്യമില്ലാത്തവനും, അസംപരായ അഭിമുഖം അതായത് അസംപരായ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാത്തവനും, അശ്വസ്തനവിധം നാളെ എന്ന് കഴിയുമെന്ന് ആലോചിക്കാത്തവനുമായ, നാളെ എങ്ങനെ ജീവിക്കും, എങ്ങനെ നാളത്തെ കഴിയും എന്ന് ചിന്തിക്കാത്തവനും ആയ, ത്വദന്യം കം പശും അങ്ങയിൽ നിന്ന് അന്യനായ ഏതൊരു പശുവിനെ രമയെ ഞാൻ രമിപ്പിക്കും. പശു എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ജീവനെ, ഒരു ശരീരത്തെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞല്ലോ. എന്നെ പ്രേമപാരവശ്യം കൊണ്ട് അദ്ദേഹം അവളോട് പറഞ്ഞല്ലോ, ഈ പുരി താമസിക്കുക എന്നുള്ളത് എന്നെ ഒന്ന് അനുഗ്രഹിക്കുക എന്നാണല്ലോ പറഞ്ഞത്. അല്ലയോ ശോഭനെ, എന്നെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞതിന് സന്തോഷ സമേതം മറുപടി പറയുന്നതാണ് ഈ ശ്ലോകം. ഞാൻ അങ്ങയെ അല്ലാതെ അന്യനായ ഏതൊരുവിനെയാണ് രമിപ്പിക്കുക? അങ്ങയെയല്ലാതെ ഞാൻ ആരെയാണ് സന്തോഷിപ്പിക്കുക? എനിക്ക് എങ്ങനെയാണെങ്കിലും അനുരൂപനായ ഭർത്താവ് അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് അങ്ങയെ ഞാൻ സന്തോഷിപ്പിച്ചു കൊള്ളാം. അങ്ങയിൽ നിന്ന് അന്യന്മാർ രതിസുഖത്തെ അറിയാത്തവരും രതിക്ക് വേണ്ടുന്ന സാമഗ്രികളെ ഉപയോഗിക്കുവാൻ സമർത്ഥരല്ലാത്തവരും ഇവിടെയും പരത്തിലും, ഇഹലോകത്തിലും പരലോകത്തിലും സുഖത്തിന് ഉചിതങ്ങളായ കർമ്മങ്ങളെ അനുഷ്ഠിക്കാനായിട്ട് ശക്തിയില്ലാത്തവരും, അതുപോലെ തന്നെ നാളത്തെ ദിവസം എങ്ങനെ കഴിയും എന്ന് ആലോചിക്കാത്ത ആയിരിക്കയാൽ എനിക്ക് ഒരു ഉചിതനായ അങ്ങയോട് ഒരുമിച്ചിരിക്കുന്നതിൽ ഒരു സന്തോഷക്കുറവുമില്ല, വളരെ സന്തോഷമാണ്. അതായത് രജോ ഗുണപ്രധാനനായ ഈ ജീവൻ എങ്ങനത്തവനാണ്? രജോ ഗുണപ്രധാനനാണ്. ബുദ്ധിവൃത്തി ആനന്ദിപ്പിക്കും നമ്മളെ, ബുദ്ധി കൊണ്ട് നമ്മളെ ആനന്ദിക്കും.
താമസ ഗുണപ്രധാനികളായ മൃഗാദികൾ, സാധാരണ മൃഗാദികളെയാണ് അങ്ങനെ താമസ ആയിട്ടുള്ള ജീവനുകളായിട്ട് വെച്ചിരിക്കുന്നത്. മൃഗാദികൾക്ക് രതി മുതലായ ഭോഗങ്ങളുണ്ടെങ്കിലും വിവേകമില്ലാത്തതാണ് മൃഗങ്ങൾ. അവർക്ക് ഈ സ്ത്രീ പുരുഷ എന്നുള്ള ആ ഒരു ബന്ധമുണ്ട് ഈ മൃഗങ്ങൾക്ക്. പശുക്കൾ പശു എന്ന് പറഞ്ഞാൽ ഇത് മൃഗം എന്നർത്ഥമുണ്ട്. അപ്പോൾ അതാണ് പശുബുദ്ധി എന്ന് പറഞ്ഞ് മൃഗബുദ്ധി. വെറും ജീവൻ, അതായത് മനുഷ്യൻ മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. അവർക്ക് ഈ രതിസുഖങ്ങളിലൊക്കെ ഭോഗസുഖങ്ങളിൽ പുരുഷ ആയിട്ടുള്ളതും ഇണകൾ തമ്മിൽ ചേരുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ അവർക്ക് അതിന് ഉള്ളൊരു സന്തോഷമായിട്ടുള്ളൂ. നമ്മളെപ്പോലെ ബാക്കി ഇതര കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനൊന്നും അവർക്ക് വിവേകമില്ലാത്തത് കൊണ്ട് പറ്റുന്നില്ല എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം. മൃഗങ്ങൾക്ക് ഈ വിവേകമില്ലാത്തത് കൊണ്ട് ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. ആ സുഖങ്ങളെ വേണ്ടതുപോലെ ഇല്ല മൃഗങ്ങൾ. സത്വഗുണപ്രധാനികൾ വിരക്തന്മാരാകയാൽ അവർക്കും ഇതൊന്നും വേണ്ട, അല്ലേ? സത്വഗുണം വർദ്ധിച്ചു വരുന്നവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ പിന്നെ രാജസ സ്വഭാവികളാണ് ഇത് ചിന്തിക്കുന്നത്. അവർക്കും വിഷയഭോഗങ്ങൾ ചിന്തില്ല. ഈഹപരലോകങ്ങൾക്ക് ഉചിതമായ കർമ്മങ്ങൾ, ഇഷ്ടമുള്ള കർമ്മങ്ങളിൽ ആസക്തരുമല്ല അവരാരും. അത് പിന്നെ പ്രാരബ്ധാനുസരണം നമുക്ക് വന്നു ചേരുകയാണെങ്കിൽ, നമ്മളൊന്നും ചെയ്യാതെ തന്നെ ലഭിക്കുന്നതാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി രാവിലെയും വൈകുന്നേരത്തെയും ശരീരനിർവാഹ കർമ്മം എങ്ങനെ നടക്കുമെന്നും കൂടി അവർ ചിന്തിക്കാറില്ല. ഇന്ന് രാവിലെ കഴിയണം, രാത്രിയും കഴിഞ്ഞാൽ ഉറങ്ങുക, ഇതൊക്കെ നാളത്തെ കാര്യം. അതങ്ങനത്തെ അവർ ചിന്തിക്കാറില്ല. ഈ സന്യാസി ചിന്തകളുള്ളവർ, അതായത് സാത്വിക ഗുണം വർദ്ധിച്ചവർ. അതിനെ കുറേശ്ശെ ഉയർത്തിക്കൊണ്ട് വരാനാണ് എല്ലാവരും ശ്രമിക്കുക എന്ന് പറയുന്നത്. ആ സമയത്താണ് ജീവന് ഭോഗാഭിലാഷം. ഈ രജോ ഗുണത്തിൻ്റെ അധീനതയിലിരിക്കുമ്പോഴാണ് ജീവന് ഭോഗാഭിലാഷം. ഇതെല്ലാം എനിക്ക് ഈ കാണുന്ന സുഖങ്ങൾ ജീവിതത്തിൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ പലതും കാണുന്നത് നമുക്ക് സുഖാനുഭവമായിട്ടാണ്. അവർക്ക് സുഖമാണോ ഇല്ലയോ നമ്മൾ നോക്കുന്നില്ല. പക്ഷെ നമുക്കത് കിട്ടിയ സുഖമാണെന്ന് തോന്നുന്നത് കൊണ്ട് ആ സുഖാനുഭവങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഈ രജോ ഗുണ സ്വഭാവത്തിൽ അധീനത്തിലിരിക്കുന്ന സമയത്ത് മാത്രമേ ജീവന് സാധിക്കുകയുള്ളൂ. രാജസി ബുദ്ധിയാണ് ഭോഗങ്ങളെ സമ്പാദിക്കുന്നതെന്ന് സാരം. അത്രയേ ഉള്ളൂ. ധർമ്മോ ഹി അത്രാർത്ഥകാമൗ ച പ്രജാനന്ദോ മൃതം യശഃ ലോകാവിശോകാവിരജ യാൻ ന കേവലിനോ വിദുഃ. ധർമ്മോ ഹി അത്രാർത്ഥകാമൗ ച, അർത്ഥകാമങ്ങൾ എന്നാണ്. ഹി അത്ര അർത്ഥകാമൗ ച പ്രജാനന്ദോ മൃതം യശഃ ലോകാവിശോകാവിരജ യാൻ ന കേവലിനോ വിദുഃ. പിതൃദേവർഷിമർത്യാനാം ഭൂതാനാമാത്മനശ്ചഃ ക്ഷേമ്യം വദന്തി ശരണം ഭവേസ്മിന്യത് ഗൃഹാശ്രമഃ. ഭവേസ്മിൻ യത് കണ്ടോ? ഭവേ അസ്മിൻ യത്, അസ്മിൻ ഭവേ, ഈ സംസാരത്തിൽ യാതൊന്നാണോ തത് ഗൃഹാശ്രമഃ, അതാകുന്നു ഗൃഹാശ്രമം. അതാണ് ഗൃഹാശ്രമത്തെക്കുറിച്ച് പറയുന്ന. അത് ഇങ്ങനെയാണ്. 2 ശ്ലോകം കൂടെ 39ഉം 20ഉം കൂടെ ഒന്നിച്ചങ്ങ് പറയാം. ഇതിൽ ധർമ്മവും അർത്ഥകാമവും ച, അർത്ഥകാമങ്ങളും അമൃതം എന്ന് വെച്ചാൽ അമരത്വം, അതായത് മോക്ഷം. പ്രജാനന്ദ, സന്തതി നിമിത്തമുണ്ടാകുന്ന ആനന്ദം. പ്രജ എന്ന് പറഞ്ഞാൽ സന്തതി. പ്രജാനന്ദ, സന്തതികളെ കൊണ്ടുണ്ടാകുന്ന ആ ആനന്ദവും യശഃ കീർത്തിയും ശോകരഹിതങ്ങളും വിരജ സുഖജനകങ്ങളുമായ ലോകങ്ങളും സിദ്ധിക്കുന്നു. എല്ലാം സിദ്ധിക്കും. കേവലത്തെ അനുസരിക്കുന്നവർ യാൻ ന വിദു, യാതൊന്നിനെ അറിയുന്നില്ല. പിതൃദേവർഷി മർത്യാന, പിതൃക്കൾ, ദേവന്മാർ, ഋഷികൾ, സാധാരണ മനുഷ്യർ, ഇവർക്കും ഭൂതങ്ങൾക്കും ആത്മനഃ ച, ആത്മാവിനും അസ്മിൻ ഭവേ, ഈ സംസാരത്തിൽ ക്ഷേമ്യം ശരണം, സുഖജനകമായ രക്ഷാസ്ഥാനം
യാതൊന്നോ തത് ഗൃഹാശ്രമ, അതാണ് ഗൃഹാശ്രമം. ഗൃഹാശ്രമം എന്താണെന്നാണ് പറയുന്നത്. സാത്വികന്മാരെയും താമസന്മാരെയും എല്ലാം നിന്ദിച്ച ശേഷം രാജസന്മാരുടെ യോഗ്യതയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അവർ രണ്ടുപേരും ഏതോ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞു. താമസന്മാർക്ക് ഒന്നും കഴിയില്ല എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. സാത്വികന്മാരെ എല്ലാം നേടി. അവർക്ക് പിന്നെ വൈരാഗ്യം വന്നു. ഒന്നിനോടും താല്പര്യമില്ല. ആ അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് അവർ മനസ്സിലാക്കി. മറ്റേ രാജസന്മാരെന്ത് ചെയ്യുന്നതെന്നാണ് ഇപ്പം നോക്കുന്നത്. ഭാര്യാസഹിതരായിരിക്കുന്ന ഈ ആശ്രമത്തിൽ, അതായത് ഗൃഹാശ്രമത്തിൽ, യാഗാദി അനുഷ്ഠാനങ്ങൾ കൊണ്ട് ധർമ്മവും അത് നിമിത്തം ചിത്തശുദ്ധിയും. ധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട് എന്താ? നമ്മുടെ ധർമ്മം പരധർമ്മമല്ല. എൻ്റെ ധർമ്മം എന്താണോ അത് ഞാൻ വ്യക്തമായിട്ടും വൃത്തിയായിട്ടും വേണ്ട വിധത്തിലും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതേ ഉള്ളൂ. നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: ധർമ്മമായിട്ട് ജീവിക്കുക, ധർമ്മത്തിനുതകുന്ന പോലെ ജീവിക്കുക. നമ്മുടെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുക ആദ്യം. അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ധർമ്മം അനുസരിച്ച് ജീവിക്കുക. അതിനകത്ത് 2-3 കാര്യങ്ങൾ വരുന്നുണ്ട് കോൺട്രഡിക്റ്ററി ആയിട്ട്. എന്താണ് ധർമ്മമെന്ന് ചോദിക്കും. അപ്പോൾ അത് നമുക്കായിട്ട് വിധിച്ചിരിക്കുന്ന ധർമ്മങ്ങളുണ്ട്. അതിനകത്ത് ഏത് ആദ്യം വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒന്ന്, നമ്മുടെ ജാതീയമായ കാര്യം, അതായത് നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു, ശൂദ്രരാണോ ബ്രാഹ്മണരാണോ ക്ഷത്രിയരാണോ എന്നുള്ള ആ ഒരു വിഭാഗം. പിന്നെ നമ്മൾ സ്ത്രീയാണോ പുരുഷനാണോ, പിന്നെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കുലത്തൊഴിൽ, ഇങ്ങനെ പല കാര്യങ്ങളും ധർമ്മം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ സ്ത്രീധർമ്മമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമ്മളുടെ സ്ത്രീധർമ്മം ഭർത്താവിനെ ശുശ്രൂഷിക്കാതെ അവരുടെ വീട്ടുകാരെ അവിടെ എല്ലാം അഭീഷ്ടത്തിനനുസരിച്ച് അവരുടെയും കൂടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുത്ത് അവർക്കൊരു നല്ല ജീവിത സാഹചര്യം ഉണ്ടാക്കത്തക്ക രീതിയിൽ ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുക. ഇതൊക്കെ. പിന്നെ നമ്മളുടെ വർണ്ണാശ്രമം ഏതാണെന്ന് വെച്ചാൽ, അതായത് ഗൃഹസ്ഥനാണെങ്കിൽ ഇങ്ങനെ, അതുപോലെ അതും നമ്മുടെ ധർമ്മത്തിനകത്ത് പെടുന്ന ഒരു ഗൃഹാശ്രമി എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ഇതെല്ലാം ഉപവിഭാഗങ്ങളായിട്ട് പെടുന്നതാണ്. പിന്നെ നമ്മൾ ഏത് വർണ്ണത്തിൽ ജനിച്ചവനാ എന്ന് ഉള്ളത്, നമ്മൾ ശൂദ്രനാണോ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ, അപ്പോൾ അവരുടേതായ ധർമ്മങ്ങളുണ്ട്. ശൂദ്രനാണെങ്കിൽ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 ആശ്രമികളെയും രക്ഷിക്കുക എന്നുള്ളതാണ്. ആശ്രമികളെല്ലാം 3 ജാതിക്കാരെയും, ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യർക്കും വേണ്ടതായിട്ടുള്ള ജോലികൾ ചെയ്തു കൊടുക്കുന്നതാണ് ശൂദ്രൻ്റെ ജോലി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലി വർണ്ണാശ്രമം പറയുന്നുണ്ടല്ലോ. അതാണ് ധർമ്മം. അതും ധർമ്മത്തിൽ പെടുന്ന. അതിപ്പം വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് ധർമ്മവും നിമിത്തം നമ്മൾ വേണ്ട കർമ്മം, നമ്മുടെ കർമ്മം വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ധർമ്മം നമ്മുടെ കർമ്മത്തിലോട്ട് കൊണ്ടുവരിക. നമ്മുടെ ധർമ്മം എന്താണെന്ന് അത് കർമ്മത്തിലോട്ട് കൊണ്ടുവന്ന് അത് അനുഷ്ഠിക്കുന്നവർക്ക് എന്താ ഉണ്ടാകുന്നത്? ആനന്ദം ഉണ്ടാകും, ചിത്തശുദ്ധി ഉണ്ടാകും. അതിൽ നിമിത്തം തന്നെ മോക്ഷവും ഉണ്ടാകും. പിന്നെ ലൗകികമായ പരിശ്രമത്താൽ അർത്ഥകാമങ്ങളും കിട്ടും. നമുക്ക് ലൗകികമായിട്ടുള്ള ഒരു വ്യാവഹാരിക ജീവിതം ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അർത്ഥം എന്ന് വെച്ചാൽ ധനം, കാമങ്ങൾ എന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ നിറവേറ്റിയും കിട്ടും. അതായത് പ്രജോൽപത്തിക്ക് കാരണമാണ് രതി എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷ ബന്ധം. അതിൽ നിന്ന് പ്രജ എന്ന് പറഞ്ഞാൽ പുത്രികൾ, അതായത് ഒരു കുഞ്ഞു ജനിക്കുക എന്നുള്ളത്. ആ പ്രജ ഉൽപ്പത്തിക്ക് കാരണമായ രതി നിമിത്തമുണ്ടാകുന്ന ആനന്ദം, അതിനൊരു സന്തോഷമുണ്ട്. പൗത്രാദി ലാഭജനിത സന്തോഷവും അതുപോലെ തന്നെയാണ്. പരോപകാരാദികൾ നിമിത്തം, പരോപകാരം മറ്റു ഒരാളിന് അന്യനായിട്ടൊരാൾക്ക് ഉപകാരം ചെയ്യുക, അതുകൊണ്ട് എന്തൊക്കെ നമുക്കുണ്ടാകുന്നത്? സ്വയം ഒരു ആനന്ദം ഉണ്ടാകും. അതുകൂടാതെ കീർത്തി ഉണ്ടാകും. അദ്ദേഹം ഇങ്ങനെ ചെയ്തതാണ്, എനിക്കിങ്ങനെ ചെയ്തു തന്നതാണ്. പലരും പല സത്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളിനെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം സമൂഹത്തിലുണ്ടാകും. അതാണ് കീർത്തി. അതുപോലെ കാമ്യ കർമ്മ അനുഷ്ഠാനങ്ങളുടെ ഫലമായിട്ട് നമ്മൾക്ക് ചെയ്യാൻ നമുക്കിഷ്ടമുള്ളതായിട്ട് ചില കർമ്മങ്ങളുണ്ടല്ലോ, നമ്മുടെ പാഷൻ എന്ന് പറയാറുണ്ടല്ലോ, അതിൻ്റെ പാഷനാണ് എന്ന് പറയും. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ആ കർമ്മങ്ങൾ അനുഷ്ഠാനിക്കുന്നതിൻ്റെ ഫലമായിട്ട് ദുഃഖരഹിതങ്ങളും അവിടെ സുഖമായ സ്ഥാനങ്ങളുമായ സ്വർഗാദി ലോകങ്ങളും നമുക്ക് ലഭിക്കും.
അപ്പം ഗൃഹസ്ഥാശ്രമത്തെ വെടിഞ്ഞിരിക്കുന്ന അന്യന്മാർ ഇവയെ അറിയുന്നില്ല. അപ്പം വളരെ പ്രാധാന്യവും വളരെ ശ്രേഷ്ഠവുമായ ഒന്നാണ് ഗൃഹസ്ഥാശ്രമം എന്ന് തന്നെ ഇവിടെ പറയുന്നു. അതുമാത്രമല്ല, ഈ സംസാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദേവന്മാരെ, പിതൃക്കൾ, ഋഷികൾ, മനുഷ്യർ ഇവരെയും സ്വന്തം ആത്മാവിനെയും സന്തോഷിപ്പിക്കുന്നതും അപായമില്ലാത്തതുമായ രക്ഷാസ്ഥാനം ഗൃഹസ്ഥാശ്രമം എന്നതിൽ ഒരു സംശയവുമില്ല. ഗൃഹസ്ഥാശ്രമം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ഈ വരിയിൽ പറഞ്ഞു വയ്ക്കുന്നു. ഓർത്തിരിക്കുക. 4-ാം സ്കന്ധത്തിലെ 25-ാം അധ്യായത്തിൽ 40-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഗൃഹസ്ഥാശ്രമം വളരെ ശ്രേഷ്ഠമാണ്. സന്യാസിമാരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ നാണിച്ചോ മടിച്ചോ ഒന്നും നിൽക്കണ്ട. നമ്മൾ അവരെ കൂടെ രക്ഷിക്കുന്നവരാണെന്നുള്ള അഭിമാനം, സന്തോഷം, കൃതകൃത്യത നമുക്ക് നമ്മളോട് സ്വയം ഒരു പ്രൗഡ് തോന്നുക, നമ്മൾ സ്വാഭിമാനം ഉണ്ടാകുക. അതിന് അവരെ കാണുമ്പോൾ നമ്മൾ ചൂളേണ്ട കാര്യമൊന്നുമില്ല. സന്യാസിമാരുടെ മുമ്പിൽ ഗൃഹസ്ഥർ ചൂളി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളതുകൊണ്ടോ പാതകം ചെയ്തവരാണെന്നോ നമ്മൾ അവരുടെ എത്രയോ ഉത്കൃഷ്ടരല്ലെന്നോ ഒന്നും ഓർക്കണ്ട. നമ്മൾ ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ളവരാണ് ബാക്കിയുള്ള ഈ 3 ആശ്രമികളെയും നിലനിർത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ബി പ്രൗഡ് അബൌട്ട് എന്ന് പറയും. ആത്മപക്ഷത്തിൽ അത് ധർമാദികളെ മറ്റുള്ളവരറിയുന്നില്ല, ഗൃഹസ്ഥാശ്രമികൾ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആത്മജ്ഞാനികളായവർ ആത്മഭിന്നമായിട്ട് ധർമാദികളെ അറിയുന്നില്ല. രജോഗുണ പ്രധാനികളായ ഗൃഹസ്ഥരോ ധർമാദികളെ അല്ലാതെ ആനന്ദത്തെയും അറിയുന്നില്ല എന്ന് സൂചിപ്പിക്കുന്നു. അപ്പം അതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ ഗൃഹസ്ഥാശ്രമികൾ ഒന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ടതില്ല. അയ്യോ, നമ്മൾ ഗൃഹസ്ഥാശ്രമികളായിപ്പോയല്ലോ, നമ്മൾ എന്തോ ഒരു ചെറുതായിപ്പോയെന്ന് ഒരിക്കലും ധരിക്കേണ്ടതില്ല. അത് വേണം. ആശ്രമം ഗച്ഛേതെന്ന ഒരാശ്രമത്തിൽ നിന്ന് മറ്റൊരാശ്രമത്തിലേക്ക്, ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വാനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസം, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പടിപടിയായിട്ട് കടന്നു പോവുക. ഗൃഹസ്ഥാശ്രമത്തിൽ സന്യാസത്തിൽ നിന്ന് വാനപ്രസ്ഥം, അങ്ങനെ അങ്ങ് പോവുക. ആശ്രമത്തിൽ നിന്ന് ആശ്രമത്തിലോട്ട് നടന്ന് പോവുകയാണ് വേണ്ടത്. അല്ലാതെ നേരിട്ട് അങ്ങ് സന്യസിക്കാൻ പോകണം എന്നൊന്നുമില്ല. ഹരി ഓം.